ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 1, അതായത് SM-ൻ്റെ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷനാണ്. മാനേജ്മെൻറ്റിന് ഒരുപാട് ഡെഫിനിഷൻസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഡെഫിനേഷൻ നോക്കാം. ഇതിൽ ഒന്നോ രണ്ടോ ഡെഫിനേഷൻ നോക്കി വെച്ചാൽ മതി. MCQവിൽ ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ അങ്ങനെ എഴുതാം. ഇനി ചിലപ്പോൾ MCQവിൽ ഇതിലേതെങ്കിലും ഒരു ഡെഫിനേഷൻ തന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഡെഫിനേഷനും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവണം ഇത് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ ആണെന്ന്. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ തിയറിറ്റിക്കലായി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നോ രണ്ടോ ഡെഫിനേഷൻ പഠിച്ചാൽ മതി. എക്സാമിന് അത്രയൊക്കെ ചോദിക്കും. പക്ഷേ MCQവിന് വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ദ ടേം മാനേജ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ 2 മേജർ കോണ്ടെക്സ്റ്റ്. എ കീ ഗ്രൂപ്പ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഇൻ ചാർജ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു കീ ഗ്രൂപ്പാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഇൻ ചാർജ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ്. ആ ഓർഗനൈസേഷൻ്റെ അഫയേഴ്സിൻ്റെ ഇൻചാർജ് ആണ് ആർക്കുള്ളത്? മാനേജ്മെൻറ്റിനുള്ളത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു കീ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Then, management is the chief organ entrusted with the task of making an organization a purposeful and productive entity. ഓക്കെ, ഒരു ചീഫ് ഓർഗനാണ്. എന്താണ് ടാസ്ക്? ഓർഗനൈസേഷനെ പർപ്പസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എൻറ്റിറ്റി ആക്കി മാറ്റുക എന്നുള്ള ടാസ്ക്കാണ് ആരുടേത്? മാനേജ്മെൻറ്റിൻ്റേത്. ദെൻ ദ സർവൈവൽ ആൻഡ് സക്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഡിപ്പെൻഡ്സ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഓൺ ദ കോമ്പിറ്റൻസ് ആൻഡ് ക്യാരക്ടർ ഓഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ സർവൈവലും സക്സസും എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മാനേജ്മെൻറ്റിൻ്റെ കോമ്പിറ്റൻസിൻ്റെയും ക്യാരക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഒരു ബിസിനസ് നന്നായിട്ട് മാനേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആവും. ഓക്കെ, നല്ല മാനേജ്മെൻ്റ് ആണെങ്കിൽ സക്സസ് ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ബിസിനസ്സിന് നല്ല മാനേജേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അവരാണ് ആ ബിസിനസ്സിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ തെറ്റിക്കഴിഞ്ഞാൽ ബിസിനസ് ഫെയിൽ ആവില്ലേ? അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കോമ്പിറ്റൻസിനെയും ക്യാരക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസും സർവൈവലും ഉള്ളത്. ദെൻ set of interrelated functions and processes carried out by the management of an organization to attain its objectives. Okay, not the point. Attain its objectives. എന്തിനാണ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്താ? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓർഗനൈസേഷനിലുള്ള എല്ലാ കാര്യങ്ങളും എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? ഓർഗനൈസേഷന് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഓരോ ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ് ഉണ്ടാകുന്നത്. ആ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ടാസ്ക്. Then, these functions include planning, organizing, directing, staffing and control. Okay, 5 functions ആണ് മാനേജ്മെൻറ്റ് മെയിനായിട്ടുള്ളത്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇതൊരു സൈക്ലിക്കായിട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യും, എന്നിട്ട് നമ്മളത് ഓർഗനൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഡയറക്റ്റ് ചെയ്യും, എന്നിട്ട് സ്റ്റാഫ് ചെയ്യും, എന്നിട്ട് കൺട്രോൾ ചെയ്യും. ഓക്കെ, പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് ഓർഗനൈസ് ചെയ്യും. ഓക്കെ, പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന റിസോഴ്സ് ഇന്ന ഭാഗത്തേക്ക്, ഇന്ന റിസോഴ്സ് ഇന്ന ഭാഗത്തേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ സ്റ്റാഫ്, ഓക്കെ, നമ്മൾ ആളുകളൊക്കെ അപ്പോയിൻറ്റ് ചെയ്യും, ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ആളുകളോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം മതിയോ? പോരാ, കൺട്രോളും കൂടെ ചെയ്യണം. അവരെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുമ്പോഴാണ് അതിന് സക്സസ് ഉണ്ടാകുന്നത്. Then, the functions or sub-process of management are wide-ranging but closely interrelated. ഓക്കെ, ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്? വൈഡ് റേഞ്ചിങ് ആണ്. ഓക്കെ, എല്ലാം വ്യത്യാസമുണ്ട്, പക്ഷേ അവരെല്ലാം ക്ലോസ്ലി ഇൻ്റർറിലേറ്റഡ് ആണ്. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസ് ചെയ്യാൻ പറ്റൂ, ഡയറക്റ്റ് ചെയ്യാൻ പറ്റൂ, സ്റ്റാഫ് ചെയ്യാൻ പറ്റൂ, കൺട്രോൾ ചെയ്യാൻ പറ്റൂ. കൺട്രോളിംഗ് ഇല്ലെങ്കിൽ പ്ലാനിങ് സക്സസ് ആവും. ഇല്ല, പ്ലാൻ ചെയ്തിട്ട് വെറുതെ കാര്യമുണ്ടോ? ചുമ്മാ മനസ്സ് പ്ലാൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എൻഡ് കൺട്രോൾ വരെ ഉണ്ടായിരിക്കണം. Then, management is an influence process to make things happen, to gain command over phenomena, to induce and direct events and people in a particular manner. ഓക്കെ, ഈ ഡെഫിനേഷനാണ് പൊതുവേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻഫ്ലുവൻസ് പ്രോസസ്. മാനേജ്മെൻറ്റ് എന്താണ്? ഒരു ഇൻഫ്ലുവൻസ് പ്രോസസ്സാണ്. ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോസസ്സാണ്. ടു മേക്ക് തിങ്സ് ഹാപ്പൻ, ടു ഗെയിൻ കമാൻഡ് ഓവർ ഫിനോമിന, ടു ഇൻഡ്യൂസ് ആൻഡ് ഡയറക്റ്റ് ഇവൻറ്റ്സ് ആൻഡ് പീപ്പിൾ ഇൻ എ പർട്ടിക്കുലർ മാനർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവൻറ്റ് മാനേജ്മെൻ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ പാർട്ടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെ സപ്ലൈക്ക് നിൽക്കുന്ന ആൾക്കാർ അടുത്ത് പറയും, അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നടുക്ക് അവിടെ കേട്ട് നിന്നിട്ട് ഇങ്ങനെ പറയും, കൺട്രോൾ ചെയ്യും. ഓക്കെ, അത് ചെയ്യും. അപ്പോൾ അയാൾ എന്തെങ്കിലും ജോലി, നമ്മളിങ്ങനെ നോക്കുമ്പോൾ അയാൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, അയാളൊരു സ്പൂൺ പോലും എടുത്ത് വയ്ക്കുന്നുണ്ടല്ലോ. അയാൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യുകയോ ചെയ്യാം. ചില അത്യാവശ്യം നല്ല ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർ വോക്കി ടോക്കിയൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക മാത്രമാണ് ചെയ്യുക, ഇല്ല കൺട്രോളും കൂടെ ചെയ്യും. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യും. അവരെന്ത് ചെയ്യും? എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. മതിയോ? പോരാ, അവരെ മോട്ടിവേറ്റ് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ജോലി. ഓക്കെ, മാനേജർ പണി എടുപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാനേജറിൻ്റെ ജോലി. ഓക്കെ, അവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് പണി എടുപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഓക്കെ ഞാനും കൂടാം നിങ്ങളുടെ കൂടെ, ഓക്കെ അങ്ങനത്തെ വർക്ക്സും ഉണ്ട്, മാനേജറും കൂടിയിട്ട് ചെയ്യുന്ന വർക്ക്സും ഉണ്ട്. പക്ഷേ പലപ്പോഴും മാനേജർ ഇങ്ങനെ നിന്നിട്ട് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഓക്കെ, മേക്ക് തിങ്സ് ഹാപ്പൻ. ഓക്കെ, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ തിങ്സ് ഹാപ്പൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ജോലി. ദെൻ ഇൻഫ്ലുവൻസ് ഈസ് ബാക്ക്ഡ് ബൈ പവർ.
പവർ ഉണ്ടായിരിക്കണം ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ. നമുക്കറിയാം നമ്മുടെ മാനേജറിനെ നമ്മൾ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനേജറിന് പവർ വേണം. ഓക്കെ, ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ബഹുമാനിക്കുള്ളൂ, അനുസരിക്കത്തുള്ളൂ. ദെൻ കോമ്പിറ്റൻസ്, നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നോളജോ അല്ലെങ്കിൽ കോമ്പിറ്റൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് എംപ്ലോയീസ് എന്താ പറയുക, ഈ അയാളൊരു പൊട്ടനാണ്, അയാൾക്കൊന്നും അറിയില്ലെന്ന് പറയില്ലേ. അപ്പോൾ അതുണ്ടാവരുത്. നമുക്ക് നോളജും കോമ്പിറ്റൻസും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കൊണ്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ റിസോഴ്സസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിന് ഫിനാൻഷ്യൽ മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫിനാൻസ് എന്ന റിസോഴ്സ് ഉണ്ടെങ്കിലേ ഫിനാൻഷ്യൽ മാനേജറിന് അവിടെ കാര്യമുള്ളൂ. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയീസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു കമ്പനി ആയിരിക്കണം. അപ്പോഴേ HR മാനേജറിന് അവിടെ സ്കോപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ റിസോഴ്സസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Then managers formulate organizational goals, values and strategies to cope with, to adapt and to adjust themselves with the behavior and changes in the environment. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബിസിനസ് എൻവിറോൺമെൻറ്റും തമ്മിലുള്ള കണക്ഷൻ അറിയാം. ബിസിനസ്സിന് ചുറ്റുമുള്ള എല്ലാ മൈനോർ ഫാക്ടേഴ്സും ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. അതാണ് ബിസിനസ് എൻവിറോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ബിസിനസ് എൻവിറോൺമെൻറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ്സ് എ ഡൈനാമിക്. ഓക്കെ, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾക്കനുസരിച്ച്, ഓക്കെ, ബിസിനസ് എൻവിറോൺമെൻറ്റിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് അതിലുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും അനുസരിച്ച് ഓർഗനൈസേഷൻ്റെ ഗോൾസും വാല്യൂസും സ്ട്രാറ്റജീസും എന്ത് ചെയ്യുക, ഫോമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ടാസ്ക്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? അഡാപ്റ്റ് ആൻഡ് അഡ്ജസ്റ്റ്. ഓക്കെ, അഡാപ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ബിസിനസ് എൻവിറോൺമെൻറ്റിനായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഫെയിലർ ആയി പോകും. അതുകൊണ്ട് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ തരത്തിൽ ഗോൾസ് ആൻഡ് വാല്യൂസ് ഫോമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജേഴ്സ് ചെയ്യുന്ന ജോലി. ഇനി നെക്സ്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് പഠിക്കാം. സ്ട്രാറ്റജിക്കും ഇതേപോലെ തന്നെ ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. 1-2 ഡെഫിനിഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്, ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് എ ഗെയിം പ്ലാൻ മാനേജ്മെൻറ്റ് ഈസ് യൂസിങ് ടു ടേക്ക് മാർക്കറ്റ് പൊസിഷൻ, കണ്ടക്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ്, അട്രാക്ട് ആൻഡ് സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ്, കോമ്പീറ്റ് സക്സസ്ഫുള്ളി ആൻഡ് അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അതൊരു ഗെയിം പ്ലാനാണ്. സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു പ്ലാനാണ്. ഓക്കെ, ഗെയിം പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്കറിയാം നമ്മൾ സ്ട്രാറ്റജി നമ്മൾ ബിഗ് ബോസിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജി എന്ന് കേട്ടിട്ടുള്ളത്. ഓക്കെ, അതൊരു പ്ലാനാണ്, ഗെയിം പ്ലാൻ അല്ലേ. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസിങ് ടു ടേക്ക് മാർക്കറ്റ് പൊസിഷൻ. ഓക്കെ, ഒരു മാർക്കറ്റിൽ നമുക്ക് നമ്മുടേതായ ഒരു പൊസിഷൻ ഉണ്ടായിരിക്കണം. അത് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. ദെൻ കണ്ടക്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യണം, കണ്ടക്ട് ചെയ്യണം. അത് ഏത് തരത്തിൽ കണ്ടക്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി ഫോമുലേറ്റ് ചെയ്യുന്നത്. ദെൻ അട്രാക്ട് ആൻഡ് സാറ്റിസ്ഫൈ കസ്റ്റമേഴ്സ്. ഓക്കെ, നമ്മൾ ചുമ്മാ നോർമലായിട്ട് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അട്രാക്റ്റ് ആവുമോ? ഇല്ല. അപ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു പ്രത്യേക സ്ട്രാറ്റജിയൊക്കെ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്താൽ മാത്രം മതി, പോരാ, സാറ്റിസ്ഫൈ കൂടെ ചെയ്താൽ മാത്രമേ അവരവിടെ നിൽക്കത്തുള്ളൂ. ദെൻ കോമ്പീറ്റ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനും കൂടെ കോമ്പീറ്റ് ചെയ്യണം. ഓക്കെ, കോമ്പീറ്റ് ചെയ്ത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ബിഗ് ബോസ് അങ്ങനെ ഇരുന്ന് കാണരുത്, പക്ഷേ ബിഗ് ബോസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജി എന്നുള്ള വേർഡ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുക. ഓക്കെ, സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ ഒപ്പോണൻറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഡിസൈഡ് ഇമേജ്. ഓക്കെ, അതെന്തുകൂടെയാണ്, ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ആയിത്തീരണം എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാവും. ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ടാവും. ആ ഒരു ഇമേജിൻ്റെ ഒരു ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻറ്റ് കൂടിയാണ് എന്ത്, സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഡയറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, വേർ ഇറ്റ് വാണ്ട്സ് ടു ബി ആൻഡ് വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു ആൻഡ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് ഡെസ്റ്റിനേഷൻ, എവിടെ എത്തിച്ചേരണം എന്നുള്ളത്. അതായത് വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ബി, അതിന് എന്താണ് ആയിത്തീരേണ്ടത്. ദെൻ വാട്ട് ഇറ്റ് വാണ്ട്സ് ടു ഡു, അതിന് എന്താണ് ചെയ്യേണ്ടത്, ഓർഗനൈസേഷന് എന്താണ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ആൻഡ് വേർ ഇറ്റ് വാണ്ട്സ് ടു ഗോ, ഏത് പൊസിഷനിൽ എത്തിച്ചേരണം എന്നാണ് ആ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു ലോങ് റേഞ്ച് ബ്ലൂ പ്രിൻറ്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേറെയും കുറേ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ, നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. അത് നമുക്ക് MCQ വരുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. ദെൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത്, സ്ട്രാറ്റജി ഈസ് പാർട്ട്ലി പ്രൊആക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ്, കമൻറ്റ് ഓൺ ഇറ്റ്. ഓക്കെ, അത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് പാർട്ട്ലി പ്രൊആക്റ്റീവ് ആണ്, പാർട്ട്ലി റിയാക്റ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ എ കമ്പനി സ്ട്രാറ്റജി ഈസ് ടിപ്പിക്കലി എ ബ്ലെൻഡ് ഓഫ് പ്രൊആക്റ്റീവ് ആക്ഷൻസ് ഓൺ ദ പാർട്ട് ഓഫ് മാനേജേഴ്സ് ടു ഇംപ്രൂവ് ദ കമ്പനീസ് മാർക്കറ്റ് പൊസിഷൻ ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. ഓക്കെ, കമ്പനിയുടെ സ്ട്രാറ്റജി എന്തായിരിക്കും, ടിപ്പിക്കലി ബ്ലെൻഡാണ്. ഓക്കെ, 2 കാര്യങ്ങൾ കൂടി ചേർന്നാണ്. ഒന്ന് എന്ത്, മാനേജേഴ്സിൻ്റെ പാർട്ടിൽ പ്രൊആക്റ്റീവ് ആക്ഷൻസ്, അതായത് നേരത്തെ ചിന്തിച്ച് വെക്കുന്നതിന് അല്ലെങ്കിൽ നേരത്തെ ചെയ്ത് വെക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊആക്റ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത്.
ഓക്കെ, അതെന്തിനാണ് ചെയ്യുന്നത്? കമ്പനിയുടെ മാർക്കറ്റ് പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട്. ആൻഡ് റിയാക്ഷൻസ് ടു അൺആൻറ്റിസിപ്പേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻസ്. ഓക്കെ, ആദ്യത്തെ പ്രൊആക്റ്റീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്തു വെച്ച ആക്ഷൻസ് ആണ്. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് മുന്നേ കണ്ടിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുക, ഇങ്ങനെ നടക്കുമായിരിക്കും, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്തു വെക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രൊആക്റ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത്. റിയാക്ഷൻസ് ടു അൺആൻറ്റിസിപ്പേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ഫ്രഷ് മാർക്കറ്റ് കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ, അൺആൻറ്റിസിപ്പേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ഡെവലപ്മെൻറ്റ്സ് വന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൽ ചില ഫ്രഷ് കണ്ടീഷൻസ് വന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതിനെ നമ്മൾ റിയാക്ട് ചെയ്യും. ഓക്കെ, അത്തരം റിയാക്ഷൻസും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറയുന്നത് കമ്പനീസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊആക്റ്റീവ് ആക്ഷനും റിയാക്റ്റീവ് ആക്ഷനും എങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചൂടുവെള്ളം, ഓക്കെ, ചൂടുവെള്ളം തിളപ്പിച്ച ഒരു പാത്രം, ഓക്കെ, എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അത് ചൂടുണ്ടെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ ചൂടുണ്ടാവും. ഓക്കെ, അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രമാണ്, അപ്പോൾ ചൂടുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടാണ് നമ്മളത് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പൊള്ളില്ല. ഓക്കെ, അതാണ് പ്രൊആക്റ്റീവ് ആക്ഷൻ. നമ്മൾ ആദ്യം അത്, ഓക്കെ, അടുപ്പത്താണ് ആ പാത്രം, അതുകൊണ്ട് പൊള്ളാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് നമ്മൾ ആദ്യം പ്രിക്കോഷൻസ് എടുത്തു. അതിനെയാണ് പ്രൊആക്റ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ആ പാത്രത്തിൽ നമുക്കറിയില്ല അത് ചൂടുണ്ടെന്നുള്ളത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് ചൂടുണ്ട് എന്നുള്ളത്, നമ്മൾ തൊട്ടുകൊണ്ട് നമ്മൾ കൈ വലിക്കും. ഓക്കെ, അപ്പോൾ അതൊരു റിയാക്ഷനാണ്. നമ്മൾ പൊള്ളിയതിന് ശേഷമാണ് അത് എന്ത് ചെയ്യുന്നത്, കൈ വലിക്കുന്നത്. നമ്മൾ അവിടെ തന്നെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ നന്നായിട്ട് മുറിയാവും. ഓക്കെ, അപ്പോൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് റിയാക്റ്റീവ് ആക്ഷൻസ്. ഓക്കെ, നമ്മളത് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ആദ്യമേ ചെയ്തു വെക്കുന്ന ഇതാണ് പ്രൊആക്റ്റീവ് ആക്ഷൻസ്. നമ്മൾ ഓക്കെ, ഒരു കാര്യം നടന്നതിന് ശേഷം നമ്മളതിനെ ഫേസ് ചെയ്യുന്നതിനെയാണ് റിയാക്റ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബ്ലെൻഡാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കണം ക്വസ്റ്റ്യൻ വരുമ്പോൾ. Then in other words, a company uses both proactive and reactive strategies to cope up with the uncertain business environment. ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്താണ്? അൺസർട്ടൈൻ ആണ്, നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ കോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോത്ത് പ്രൊആക്റ്റീവ് ആക്ഷൻസും വേണം, റിയാക്റ്റീവ് സ്ട്രാറ്റജീസും വേണം. ദെൻ പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്താണ്? പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി ഈസ് എ പ്ലാൻഡ് സ്ട്രാറ്റജി, വെറാസ് റിയാക്റ്റീവ് സ്ട്രാറ്റജി ഈസ് അഡാപ്റ്റീവ് റിയാക്ഷൻ ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. ഓക്കെ, പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്താണ്? ഒരു പ്ലാൻഡ് സ്ട്രാറ്റജിയാണ്, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ച ഒരു സ്ട്രാറ്റജിയാണ് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം നമുക്ക് എന്തായാലും അഡാപ്റ്റ് ചെയ്തേ പറ്റും, നമുക്ക് നിർത്തി പോകാൻ പറ്റില്ല. അപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണ് റിയാക്റ്റീവ് ആക്ഷൻസ്. ദെൻ വെൻ സ്ട്രാറ്റജി ഈസ് ബേസ്ഡ് ഓൺ ആൻറ്റിസിപ്പേറ്റഡ് ഇവൻറ്റ്സ്, നമ്മൾ ആദ്യമേ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഇവൻറ്റ്സുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയും. വെൻ സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ഇൻ റിയാക്ഷൻ ടു ഇവൻറ്റ്സ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെ ഇവൻറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണെന്ന് പറയാം, റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയും. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയിന്റ്സ് ചെയ്തതെന്നാണ്. ഓക്കെ, then in proactive strategy, organization will analyze possible environmental scenarios and create strategic framework after proper planning and set procedures and work on these strategies in a predetermined manner. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി എങ്ങനെയാണ് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, പോസിബിൾ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ സിനാറിയോസ് ഒക്കെ അനലൈസ് ചെയ്യും. ഓക്കെ, ഈ എൻവിറോൺമെൻറ്റിൽ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മാനേജ്മെൻറ്റ് ആദ്യം ഇങ്ങനെ അനലൈസ് ചെയ്യും. ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, നാളെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാം അല്ലെങ്കിൽ കുറയാം. ഓക്കെ, അങ്ങനത്തെ പോസിബിൾ എൻവിറോൺമെൻറ്റൽ സിനാറിയോസ് ഒക്കെ അനലൈസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്തിനു ശേഷം? പ്ലാൻ ചെയ്തതിന് ശേഷം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതിന് ശേഷം ഒരു സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫ്രെയിംവർക്ക് എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. എന്നിട്ട് ആ സ്ട്രാറ്റജിയും വർക്ക് ഓൺ ചെയ്യും. എങ്ങനെ? ഇൻ എ പ്രീ ഡിറ്റർമൈൻഡ് മാനർ, നമ്മൾ ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്രൊസീജിയറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊആക്റ്റീവ് ആക്ഷൻസ്. അതായത് നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതിനെയാണ് പ്രൊആക്റ്റീവ് ആക്ഷൻസ് എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹവർ ഇൻ റിയാലിറ്റി നോ കമ്പനി ക്യാൻ ഫോക്കസ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റ് എക്സാക്ട്ലി. ഓക്കെ, നമുക്കറിയാം നമ്മൾ മനുഷ്യരാണ്, നമുക്ക് പ്രത്യേകിച്ച് മാജിക് ഒന്നുമില്ല. നമുക്കൊരിക്കലും ഒരു കമ്പനിക്കും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിൽ എന്ത് സംഭവിക്കുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ഓക്കെ, കറക്റ്റ് ഇതുപോലെ നടക്കും, നാളെ നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ പ്രൊആക്റ്റീവ് ആക്ഷൻസ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആവുമോ? ഇല്ല. അപ്പോൾ എവറിത്തിങ് കനോട്ട് ബി പ്ലാൻഡ് ഇൻ അഡ്വാൻസ്. എല്ലാ കാര്യങ്ങളും നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്, പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, പ്ലാനിങ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചു. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചായിരിക്കില്ല, പഠിച്ച് പകുതിയാകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ പിന്നെയും വീണ്ടും പ്ലാൻ മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. നമ്മൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും പ്ലാൻ. ഓക്കെ, നമ്മൾ വിചാരിച്ച സമയത്ത് എല്ലാം തീർന്നിട്ടുണ്ടാവില്ലല്ലോ. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ആൻറ്റിസിപ്പേറ്റ് മൂവ്സ് ഓഫ് റൈവൽ ഫേംസ്. ഓക്കെ, റൈവൽ ഫേംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മൂവ്സ്, അവരെങ്ങനെ മൂവ് ചെയ്യും, നാളെ അവരെന്ത് സ്ട്രാറ്റജിയാണ് കൊണ്ടുവരിക എന്നുള്ളത് നമുക്കൊരിക്കലും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെന്തും ചിന്തിക്കാമല്ലോ. ദെൻ കൺസ്യൂമർ ബിഹേവിയർ. ഓക്കെ, നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇന്നൊരു ഡ്രസ്സാണ് ഫാഷനെങ്കിൽ നാളെ വേറെ ഡ്രസ്സാണ് ഫാഷൻ. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്.
ദെൻ ഇവോൾവിങ് ടെക്നോളജീസ് ആൻഡ് സോൺ. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആയിപ്പോകും. ഓക്കെ, അപ്പോൾ ടെക്നോളജി ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിന് അതെന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പോൾ എ ഐ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജോലി പോയി. ഓക്കെ, അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റും. അത് ഓൾറെഡി ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ തിങ്സ് ഹാപ്പൻ ദാറ്റ് കനോട്ട് ബി ഫുള്ളി ആൻറ്റിസിപ്പേറ്റഡ് ഓർ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. ആൻഡ് ദർ ക്യാൻ ബി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻ ബിറ്റ്വീൻ വാട്ട് വാസ് വിഷ്വലൈസ്ഡ് ആൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്. ഓക്കെ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ്, ഒരു വ്യത്യാസം ഉണ്ടാവും. ഡീവിയേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാറ്റം ഉണ്ടാവും. എന്ത്, വാട്ട് വാസ് വിഷ്വലൈസ്, നമ്മൾ എന്താണോ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത്, വിഷ്വലൈസ് ചെയ്തത്, കണ്ടത്, ആൻഡ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ്, എന്താണോ ശരിക്കും സംഭവിച്ചത്. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും, ഇന്ന രീതിയിലേ സംഭവിക്കുമെന്ന്. പക്ഷേ ശരിക്കും സംഭവിച്ച കാര്യം നമ്മൾ വിഷ്വലൈസ് ചെയ്ത കാര്യം തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ സ്ട്രാറ്റജീസ് നീഡ് ടു ബി അറ്റ്യൂൺഡ് ഓർ മോഡിഫൈഡ് ഇൻ ലൈറ്റ് ഓഫ് പോസിബിൾ എൻവയോൺമെൻറ്റ് ചേഞ്ചസ്. ഓക്കെ, എൻവയോൺമെൻറ്റ് ചേഞ്ചസിൻ്റെ പോസിബിലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രാറ്റജീസ് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാൻ ഈ സ്ട്രാറ്റജിയാണ് ചൂസ് ചെയ്തത്, ഞാൻ ഈ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ബിസിനസ് എന്താവും, ഫെയിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസിൽ മോഡിഫൈ ചെയ്യണം. ഓക്കെ, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ദെൻ റിയാക്റ്റീവ് സ്ട്രാറ്റജി ഈസ് ട്രിഗേർഡ് ബൈ ദ ചേഞ്ചസ് ഇൻ ദ എൻവിറോൺമെൻറ്റ്. ഓക്കെ, എൻവിറോൺമെൻറ്റിലുള്ള ചേഞ്ചസ് ട്രിഗർ ചെയ്തിട്ടാണ് റിയാക്റ്റീവ് സ്ട്രാറ്റജി ഉണ്ടാകുന്നത്. ദെൻ ആൻഡ് പ്രൊവൈഡ്സ് വേസ് ആൻഡ് മീൻസ് ടു കോപ്പ് അപ്പ് വിത്ത് ദ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഓർ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എമർജിങ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ എൻവിറോൺമെൻറ്റിലെ ഒരു ചേഞ്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റി ആവാം, ത്രെറ്റും ആവാം. ഓക്കെ, അപ്പോൾ ത്രെറ്റുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും റിയാക്റ്റീവ് ആക്ഷൻസ് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ എമർജിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ അഡ്വാൻറ്റേജ് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഹെൽപ്ഫുൾ ആയിരിക്കും റിയാക്റ്റീവ് സ്ട്രാറ്റജി. ആൻഡ് ദെൻ ക്രാഫ്റ്റിംഗ് സ്ട്രാറ്റജി ദസ് ഇൻവോൾവ് സ്റ്റിച്ചിങ് ടുഗദർ എ പ്രൊആക്റ്റീവ് or intended strategy and then adapting first one piece and then another as a circumstance surrounding the company's situation change or better options emerge a reactive or adaptive strategy. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രാറ്റജി ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, രണ്ടും ബ്ലെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് സർക്കംസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിയാക്റ്റീവ് സ്ട്രാറ്റജിയും ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, സ്ട്രാറ്റജി ഈസ് പാർട്ട്ലി പ്രൊആക്റ്റീവ് ആൻഡ് പാർട്ട്ലി റിയാക്റ്റീവ്. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇത്രയും ഫുൾ പോയിൻറ്റ്സ് എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം അതായത് ഈ സെൻറ്റൻസ് അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഡെഫിനേഷനാണ് ഇനി അടുത്ത് നോക്കുന്നത്. Then it refers to managerial process of forming strategic vision, setting objectives, crafting a strategy, implementing and executing strategy, and then over times initiating whatever corrective adjustment in vision, objectives, strategy and execution are deemed appropriate. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഡെഫിനേഷൻ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെക്കണം. ദെൻ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒരു മാനേജീരിയൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്താ ചെയ്യുന്നത്, ഫോമിങ് സ്ട്രാറ്റജിക് വിഷൻ. ഓക്കെ, ഒരു സ്ട്രാറ്റജിക് വിഷൻ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ആ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ദെൻ ക്രാഫ്റ്റിംഗ് എ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ട്രാറ്റജി ക്രാഫ്റ്റ് ചെയ്യും. ദെൻ ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് സ്ട്രാറ്റജി. ക്രാഫ്റ്റ് ചെയ്താൽ മാത്രം മതിയോ, സ്ട്രാറ്റജി ഉണ്ടാക്കിയാൽ മാത്രം മതി പോരാ, എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. ആൻഡ് ദെൻ ഓവർ ടൈംസ് ഇനീഷ്യേറ്റിംഗ് വാട്ട് എവർ കറക്റ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ വിഷൻ. എന്നിട്ട് ഓവർ ടൈം, സമയം പോകുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കറക്റ്റീവായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടതായിരിക്കില്ല, പിന്നെ നമ്മൾ സംഭവിക്കുന്നതിനനുസരിച്ച് ഒരു പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തേണ്ടി വരും നമ്മുടെ സ്ട്രാറ്റജിയിൽ. അപ്പോൾ കറക്റ്റീവായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, വരുത്തുക. ആൻഡ് ദെൻ വാട്ട്, ഒബ്ജക്റ്റീവ്സിലും സ്ട്രാറ്റജിയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സിക്യൂഷനിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. ആൻഡ് ടീംഡ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ നടത്തുക. എന്നാൽ മാത്രമേ അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതായത് ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മളൊരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദ പ്രോസസ് ഡസ് നോട്ട് എൻഡ്, ഇറ്റ് കീപ്സ് ഗോയിങ് ഓൺ ഇൻ എ സൈക്ലിക് മാനർ. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നു, ബിസിനസ് എന്നാണോ നമ്മൾ കൂട്ടി പോകുന്നത് അതുവരെ ഈ പ്രോസസ്സ് ഇങ്ങനെ സൈക്ലിക് മാനറിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത് നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേജിൽ, ഓക്കെ ഈ വർഷം തുടങ്ങി ഫസ്റ്റത്തെ ഒരു മാസം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കാൻ പറ്റും, ഇല്ല, നമ്മളത് മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും. കാരണം ബിസിനസ് എൻവയോൺമെൻറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ഡെവലപ്പിംഗ് ദ കമ്പനീസ് വിഷൻ, എൻവയോൺമെൻറ്റൽ സ്കാനിങ്. ഓക്കെ, കമ്പനിയുടെ വിഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ. എന്നിട്ട് എന്ത് ചെയ്യണം, എൻവയോൺമെൻറ്റൽ സ്കാനിങ്. വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ സ്കാനിങ്,
നമ്മുടെ എൻവിറോൺമെൻറ്റ് ബിസിനസ് എൻവിറോൺമെൻറ്റിനെ പഠിക്കുന്നതിനാണ് സ്റ്റഡി ചെയ്യുന്നതിനാണ് എൻവിറോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. അതിൽ ഏതും വേണം, എക്സ്റ്റേണലും വേണം, ഇൻറ്റേർണലും വേണം. ദെൻ സ്ട്രാറ്റജി ഫോമുലേഷൻ, സ്ട്രാറ്റജി എന്ത് ചെയ്യുക, ഫോമുലേറ്റ് ചെയ്യുക. ദെൻ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അത് സ്ട്രാറ്റജി എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഈ സ്ട്രാറ്റജി കറക്റ്റായിട്ടാണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ, ഓക്കെ കറക്റ്റ് സ്ട്രാറ്റജി തന്നെയാണോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ കൺട്രോൾ, ഓക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ദെൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു ക്രിയേറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും കുറേ ഫേംസ് ഉണ്ടാവും, നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സക്സസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി ക്യാൻ ഔട്ട് പെർഫോം ദ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ഓർഡർ ടു ഹാവ് എ ഡൊമിനൻസ് ഓവർ ദ മാർക്കറ്റ്. ഓക്കെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട് പെർഫോം ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്, മാർക്കറ്റിൽ ഡൊമിനൻസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഔട്ട് പെർഫോം ചെയ്യണം. അതിന് നമുക്ക് എന്ത് വേണം, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വേണം. ആ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. ദെൻ ടു ഗൈഡ് ദ കമ്പനി സക്സസ്ഫുള്ളി ത്രൂ ആൾ ചേഞ്ചസ് ഇൻ ദ എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഒരു എൻവിറോൺമെൻറ്റിലെ എല്ലാ ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ കമ്പനിയെ സക്സസ്ഫുള്ളായിട്ട് ഗൈഡ് ചെയ്യാം. ഓക്കെ, കൊണ്ടുപോകുന്നതിനും ആരുടെ ഒബ്ജക്റ്റീവാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവാണ്. ആൻഡ് ദാറ്റ് ഈസ് ടു റിയാക്ട് ഇൻ എ റൈറ്റ് മാനർ. അതായത് റൈറ്റ് മാനറിൽ ശരിയായ രീതിയിൽ റിയാക്ട് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റാണ്. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, SM-ൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്. ഓക്കെ, ദെൻ അത് ചിലപ്പം കേസ് സിനാറിയോ ക്വസ്റ്റ്യൻസ്, അതായത് ചിലപ്പം ഇന്ന ആൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് ചോദിച്ചു, അപ്പം നിങ്ങൾ ആസ് എ മാനേജർ ഹെൽപ്പ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. പക്ഷേ ആഫ്റ്റർ ഓൾ ആൻസർ എന്ത് തന്നെയാണ്, സെയിം ആണ്. ദെൻ benefits of SM. SM is very important for the survival and growth of business organization in dynamic and turbulent business environment. SM എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്, ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ആൻഡ് സർവൈവലിന് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട്, ബിസിനസ് എൻവറോൺമെൻറ്റ് എന്താണ്, ഡൈനാമിക്കും ടർബുലൻ്റുമാണ്, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ബിസിനസ് എൻവറോൺമെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു മാറിക്കൊണ്ടേയിരിക്കുന്ന എൻവറോൺമെൻറ്റിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ, ബിസിനസ്സിനെ അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നിർബന്ധമാണ്. ദെൻ ഗിവ്സ് ഡയറക്ഷൻ ടു ദ കമ്പനി ടു മൂവ് അഹെഡ്. അതെന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, ഒരു കമ്പനിയെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഡിഫൈൻ റിയലിസ്റ്റിക് ഗോൾസ് ആൻഡ് മിഷൻസ് വിച്ച് ആർ ലൈൻ വിത്ത് ദ വിഷൻ ഓഫ് കമ്പനി. ഓക്കെ, കമ്പനിയുടെ വിഷൻ അനുസരിച്ചുള്ള മിഷൻസും ഗോൾസും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു വിഷൻ നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മിഷൻ വേണം, ഗോൾസ് വേണം, ഒബ്ജക്റ്റീവ്സ് വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ വിഷൻ അനുസരിച്ചുള്ള മിഷനും ഗോൾസും ഡിഫൈൻ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ helps to be more proactive than reactive in shaping its future. ഓക്കെ, നമുക്ക് റിയാക്റ്റീവ് ആക്ഷൻസിനൊരു പ്രശ്നമുണ്ട്. എന്താ, നമ്മൾ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ നഷ്ടം കൂടെ നികത്തേണ്ടി വരും. ഓക്കെ, നമ്മൾ പ്രൊയാക്റ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, ആദ്യം ചിന്തിച്ച് കഴിഞ്ഞാൽ രണ്ട് ഗുണമുണ്ട്. ഒരുവിധം നഷ്ടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല നമ്മളെ കോമ്പറ്റീറ്റേഴ്സിന് മുന്നേ നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഒരു കമ്പനിയെ പ്രൊയാക്റ്റീവായി വെക്കും, ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊയാക്റ്റീവായിട്ട് വെക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് എന്ത്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഓക്കെ, റിയാക്റ്റീവ് അല്ല, നമ്മൾ റിയാക്റ്റീവ് ആകുമ്പോൾ നമുക്ക് എന്താ ബുദ്ധിമുട്ട്, നമ്മൾ അപ്പോഴാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴേക്കും ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ദെൻ പ്രൊവൈഡ്സ് ഫ്രെയിംവർക്ക് ഫോർ ആൾ മേജർ ബിസിനസ് ഡിസിഷൻ. ഓക്കെ, നമ്മുടെ ബിസിനസ്സിൻ്റെ മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ആ സ്ട്രാറ്റജിക്കുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മേജറായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഓക്കെ, ആ സ്ട്രാറ്റജിക്ക് അനുസരിച്ചാണ് നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുന്നത്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ ഗൈഡൻസ് ടു എൻ്റെ ഓർഗനൈസേഷൻ ഓൺ ദ ക്രൂഷ്യൽ പോയിന്റ് വാട്ട് ഇറ്റ് ഈസ് ട്രൈങ് ടു ഡു. ഓക്കെ, എൻ്റെ ഓർഗനൈസേഷന് ബെറ്റർ ഗൈഡ് ചെയ്യുന്നത് ആരാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. വാട്ട് ഇറ്റ് ഈസ് ട്രൈങ് ടു ഡു, ആ ഓർഗനൈസേഷൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഗൈഡ് ചെയ്യുന്നത് ആരാണ്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആണ്. ദെൻ എൻഷുറിങ് എ ഗുഡ് ഫ്യൂച്ചർ ഫോർ ദ ഫേമിന് ഒരു ഗുഡ് ഫ്യൂച്ചർ എൻഷുർ ചെയ്യുന്നു. ആൻഡ് പ്രിപ്പയർ ദ കോർപ്പറേഷൻ ടു ഫേസ് ദ ഫ്യൂച്ചർ ആൻഡ് ആക്ട് ആസ് എ പാത്ത് ഫൈൻഡർ ടു വേരിയസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പം ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് വേരിയസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു പാത്ത് ഫൈൻഡറായിട്ട് ആക്ട് ചെയ്യും ആര്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ആൻഡ് ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മീൻസ് ടു റീച്ച് ദം. ഓക്കെ, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി, പോരാ, നമുക്ക് റീച്ച് ചെയ്യണം. ഓക്കെ, അതിനെ എടുക്കുക കൂടെ വേണം. അതിന് അഡ്വാൻറ്റേജ് ടേക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഓർഗനൈസേഷന് ഹെൽപ്ഫുൾ ആവും. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും ആര്, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ആൻഡ് ദെൻ സെർവ്സ് ആസ് കോർപ്പറേറ്റ് ഡിഫൻസ് മെക്കാനിസം അഗെയിൻസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് പിറ്റ്ഫാൾസ്. ഓക്കെ, നമുക്ക് മിസ്റ്റേക്സും പിറ്റ്ഫാൾസ്, ഓക്കെ, നമുക്ക് ചില നമ്മുടെ പറയില്ലേ ചതിക്കുഴി പെടുക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ മിസ്റ്റേക്സൊന്നും എറേഴ്സൊന്നും ഒക്കെ നമ്മൾ ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ആര് ആക്ട് ചെയ്യും, സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആക്ട് ചെയ്യും. Then helps organization to evolve certain core competencies and competitive advantages that assist
ഇൻ ഇറ്റ്സ് ഫൈറ്റ് ഫോർ സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഓക്കെ, നമ്മുടെ സർവൈവലിനും ഗ്രോത്തിനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഫൈറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ബിസിനസ് എൻവറോൺമെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസും കോമ്പിറ്റൻസീസും ഇവോൾവ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് എസ്. എൻവറോൺമെൻറ്റ് ഈസ് ഹൈലി കോംപ്ലക്സ് ആൻഡ് ടർബുലൻറ്റ്. എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. നമ്മുടെ ബിസിനസ് എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തൊരു സംഭവമാണ്. ഓക്കെ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് എൻവറോൺമെൻറ്റ് ആൻഡ് എക്സാക്ട്ലി പിൻ പോയിൻറ്റ് ഹൗ ഇറ്റ് വിൽ ഷേപ്പ് അപ്പ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് എൻവറോൺമെൻറ്റിനെ മുഴുവനായിട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ളത് എന്താണ്? ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സാക്ട്ലി പിൻ പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയായിരിക്കും അത് ഫ്യൂച്ചറിൽ ഷേപ്പ് അപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതാണ് എസ്എമ്മിൻ്റെ ഒരു ലിമിറ്റേഷൻ. ദെൻ ടൈം കൺസ്യൂമിംഗ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു പ്ലാൻ ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാനേജേഴ്സിൻ്റെ ജോലി അതാണ്. നമ്മളിങ്ങനെ കൊട്ടും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമെങ്കിലും അവർക്ക് ഭയങ്കര ഹെഡേക്ക് ഉള്ള ഒരു ജോലിയാണ് മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് കൂടിയാണ് അത്. ദെൻ കോസ്റ്റ്ലി പ്രോസസ്സ്. ഓക്കെ, നല്ല കോസ്റ്റ് വരും. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആഡ്സ് എ ലോട്ട് ഓഫ് എക്സ്പെൻസ് ടു ആൻ ഓർഗനൈസേഷൻ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷന് നല്ല എക്സ്പെൻസസ് ഉണ്ടാവും. കാരണം എന്താ? ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനുള്ള മാനേജേഴ്സ് വേണം. ഓക്കെ, മാനേജേഴ്സ് വേണം. അപ്പോൾ മാനേജേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ശമ്പളം കൊടുക്കേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സ്പേർട്സിന് ആവശ്യം ഉണ്ടാവും. അതുപോലെ നമുക്ക് റിസോഴ്സസ് ഒരുപാട് ആവശ്യമുണ്ടാവും. ഇതൊക്കെ മാനേജ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിസോഴ്സസ് ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെന്തായിട്ട് മാറ്റും? കോസ്റ്റ്ലി പ്രോസസ്സായിട്ട് മാറ്റും. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലിയർലി എസ്റ്റിമേറ്റ് ദ കോമ്പറ്റേറ്റീവ് റെസ്പോൺസ് ടു യുവർ ഫേം സ്ട്രാറ്റജീസ്. ഓക്കെ, നമ്മുടെ സ്ട്രാറ്റജിക്ക് എങ്ങനെയാണ് ബാക്കിയുള്ള ഫേംസ് എങ്ങനെ കോമ്പറ്റേറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ബാക്കിയുള്ള ഫേംസും എങ്ങനെയാണ് അവരുടെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. നമ്മുടെ സ്ട്രാറ്റജിക്ക് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ്. ഇതൊരു റിവിഷൻ ക്ലാസ് അല്ല, അതുകൊണ്ടാണ് ഇത്ര ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്, ഓരോ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. സ്ട്രാറ്റജിക് ലെവൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലുള്ള സ്ട്രാറ്റജിക് ലെവൽസ് ഏതൊക്കെയാണ്? 3 ഉണ്ട്. കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫംഗ്ഷണൽ ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കോർപ്പറേറ്റ് ലെവൽ ഏതാണെന്ന് നോക്കും. കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് CEO, അതർ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സും അതർ സീനിയർ ലെവൽ എക്സിക്യൂട്ടീവ്സും ഉണ്ടാവും. എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള മാനേജേഴ്സാണ് കോർപ്പറേറ്റ് ലെവലിൽ വരുന്നത്. These individuals occupy the apex of decision making within the organization. They participate in strategic decision making within the organization. ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിങ്ങിൽ മെയിൻ റോൾ അല്ലെങ്കിൽ മേജർ റോൾ വഹിക്കുന്നത് ആരാണ്? ഈ ഇൻഡിവിജ്വൽസാണ്, അതായത് കോർപ്പറേറ്റ് ലെവലിലുള്ള മാനേജേഴ്സാണ്. ദെൻ റോൾ ഓഫ് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിൻ്റെ റോൾ എന്താണെന്നുള്ളത്. ഇനിയിപ്പം അപ്പോൾ ഇതിലൊരു മിനിമം 5 പോയിൻറ്റ്സ് എങ്കിലും മിനിമം പഠിച്ച് വയ്ക്കുക, നിർബന്ധമായിട്ടും പഠിച്ച് വയ്ക്കുക. എക്സ്ട്രാ പോയിൻറ്റ്സ് പഠിച്ച് വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ചില പോയിൻറ്റ്സ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ മാത്രമല്ല ഇതിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റ് തന്നിട്ടോ അല്ലെങ്കിൽ ഒരു പോയിൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഒരു ക്വസ്റ്റ്യൻ തരും. ഓക്കെ, ഒരു ആൾ ഇന്ന സംഭവത്തിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തോ, അങ്ങനെയെങ്കിൽ ആ ആൾ ഏത് ലെവലിലുള്ള മാനേജറായിരിക്കും എന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ലെവലിലുള്ള മാനേജേഴ്സിൻ്റെയും റോൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. MCQയിലും ചോദിക്കും, അല്ലാതെ ഡിസ്ക്രിപ്റ്റീവായിട്ടും നമുക്ക് ചോദിക്കും. ദെൻ റോൾ ഓഫ് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് എന്താണെന്ന് നോക്കാം. ടു ഓവർസീ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജീസ് ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ. ഒരു ഹോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവർസീ ചെയ്യുക, നോക്കിക്കാണാം. ഡിഫൈനിങ് ദ മിഷൻ ആൻഡ് ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസും മിഷനും എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. ഡിറ്റർമൈനിങ് വാട്ട് ബിസിനസ് ഇറ്റ് ഷുഡ് ബി ഇൻ. ഓക്കെ, ഒരു ബിസിനസ് എന്തിലാണ്, ഓക്കെ, ആ ഓർഗനൈസേഷൻ എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സാണ്. ദെൻ അലോക്കേറ്റിംഗ് റിസോഴ്സസ് അമംഗ് ദ ഡിഫറെൻറ്റ് ബിസിനസ്സസ്. അതായത് ഒരു കമ്പനി മൾട്ടി പ്രൊഡക്റ്റ് കമ്പനിയാണ്. ഓക്കെ, ഒരുപാട് പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഓരോ കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ ഫേംസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ബാങ്കിനൊക്കെ ആണെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ചില കമ്പനീസിന് ഓരോ ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ ബിസിനസ്സിനും എത്രത്തോളം റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണമെന്ന് ആരാണെന്ന് തീരുമാനിക്കുന്നത് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സാണ്. ദെൻ ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ് ദാറ്റ് സ്പാൻ ഇൻഡിവിജ്വൽ ബിസിനസ്സസ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്സിനെ സ്പാൻ ചെയ്യുന്ന സ്ട്രാറ്റജീസും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരുടെ റോളാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിൻ്റെ റോളാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെങ്കിൽ ഓരോ ബിസിനസ്സിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ബിസിനസ്സിനും എന്ത് ചെയ്യേണ്ടി വരും? ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അത് ഓരോ ബിസിനസ്സിനും സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ആരുടെ റോളാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിൻ്റെ റോളാണ്.
ദെൻ പ്രൊവൈഡിങ് ലീഡർഷിപ്പ് ഫോർ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സാണ്. ദെൻ പ്രൊവൈഡ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പീപ്പിൾ ഹു ഓവർസീ ദ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫേം ആൻഡ് ദോസ് ഹു ഓൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ പ്രൊവൈഡ് ചെയ്യും എന്ത്? ലിങ്ക് ബിറ്റ്വീൻ ദ പീപ്പിളിൻ്റെ ഇടയിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യും. എങ്ങനത്തെ പീപ്പിൾ? ഹു ഓവർസീ ദ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫേം ആൻഡ് ദോസ് ഹു ഓൺസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓണേഴ്സ് വേറെ ആയിരിക്കും, മാനേജേഴ്സ് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ എംപ്ലോയീസ് വേറെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ആളുകൾക്കിടയിലും ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ആരുടെ റോളാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിൻ്റെ റോളാണ്. ദെൻ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് ആൻഡ് പർട്ടിക്കുലർലി ദി CEO ക്യാൻ ബി വ്യൂഡ് ആസ് ദി ഗാർഡിയൻസ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് വെൽഫെയർ. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ്, ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സാണ് അവർ, അതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മൾ പൈസ ഏൽപ്പിച്ചിട്ടുള്ള എന്തിനാണ്? കൃത്യമായിട്ട് ബിസിനസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവർ മാനേജ് ചെയ്യും. ഓക്കെ, ചിലപ്പം ചില ഷെയർ ഹോൾഡേഴ്സിൽ കുറച്ച് ആൾ ഒരു പക്ഷേ മാനേജ്മെൻറ്റ് പൊസിഷനിൽ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മാനേജ് ചെയ്തിട്ട് ആ ഷെയർ ഹോൾഡേഴ്സ് വെൽഫെയറിൻ്റെ ഗാർഡിയൻസ് ആണ്. അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഗൈഡ് ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സാണ്. It is their responsibility to ensure that corporate and business strategies of the company are consistent with the maximizing the shareholders' wealth. ഓക്കെ, അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്ത്? എൻഷുർ ചെയ്യുക. എന്ത്? കോർപ്പറേറ്റും ബിസിനസ് സ്ട്രാറ്റജീസ്, കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസും ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസും കമ്പനിയുടെ കൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമൈസിങ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത്. ഒരു ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കമ്പനിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എന്തിനാണ്? അവരുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് എൻഷുർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് മാനേജിങ് ദ ഡൈവേഴ്സ്മെൻറ്റ് ആൻഡ് അക്വിസിഷൻ പ്രോസസ്. ഓക്കെ, ഡൈവേഴ്സ്മെൻറ്റ് ആൻഡ് അക്വിസിഷൻ പ്രോസസ്സ് മാനേജ് ചെയ്യുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഇൻ സിമ്പിൾ വേർഡ്സ്, കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് പ്രൊവൈഡ് ആൻ ഓർഗനൈസേഷൻ ലെവൽ വ്യൂ ഓഫ് സ്ട്രാറ്റജി ആൻഡ് വാട്ട് ദേ വാണ്ട് ടു അച്ചീവ്. ഓക്കെ, ഓർഗനൈസേഷൻ ലെവൽ വ്യൂ ഓഫ് സ്ട്രാറ്റജി. ഓക്കെ, ഒരു ഓർഗനൈസേഷന് മുഴുവനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് ആണ്. ആൻഡ് വാട്ട് ദേ വാണ്ട് ടു അച്ചീവ്, എന്താണ് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ബട്ട് ഇറ്റ് ഈസ് ഓൺ ദ ബിസിനസ് ലെവൽ മാനേജേഴ്സ്. ഓക്കെ, ബിസിനസ് ലെവൽ മാനേജേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ടു എൻഷുർ ദാറ്റ് ഓർ ദെയർ പർട്ടിക്കുലർ ബിസിനസ് ദ വൺ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സും ബിസിനസ് ലെവൽ മാനേജേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് കൂടിയാണ് എന്ത്? കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ബിസിനസ് ലെവൽ മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്? ഓരോ ബിസിനസ്സിൻ്റെയും അവനവൻ്റെ, ഓക്കെ, അവർ ഏത് ബിസിനസ്സിനാണോ റെസ്പോൺസിബിൾ, ദ വൺ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ, അവർ ഏത് ബിസിനസ്സിനാണോ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ആ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി വ്യൂ തരിക എന്നുള്ളതാണ് ബിസിനസ് ലെവൽ മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇനി ബിസിനസ് ലെവലിലുള്ള മാനേജേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ഇസ് എ സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് വിത്ത് ഇറ്റ്സ് ഓൺ ഫംഗ്ഷൻസ്. ഓക്കെ, ഒരു ബിസിനസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സെൽഫ് കണ്ടെയ്ൻഡ് യൂണിറ്റ് ആണ്. അതിന് എന്തുണ്ടാവും? ഇറ്റ്സ് ഓൺ ഫംഗ്ഷൻസ്. അതിന് അതിൻ്റേതായ ഫംഗ്ഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിലുള്ളതാണ് ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ ഓരോരോ സെക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റിന് അതിൻ്റേതായ ഫംഗ്ഷൻസ്. ഓക്കെ, ഒരു ബിസിനസ് യൂണിറ്റിന് അതിൻ്റേതായ ഫിനാൻഷ്യൽ മാനേജർ, HR മാനേജർ എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒരു സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് പ്രൊവൈഡ്സ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ഫോർ എ പർട്ടിക്കുലർ മാർക്കറ്റ്. ഒരു പർട്ടിക്കുലർ മാർക്കറ്റിന് അത് എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യും. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. Then the principal general manager at the business level or the business level manager is the head of the division. ഓക്കെ, ബിസിനസ് ലെവൽ മാനേജറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെഡ് ഓഫ് ഡിവിഷൻ. ഈ ഡിവിഷൻ്റെ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് യൂണിറ്റിൻ്റെ ഹെഡ് ആരാണ്? ബിസിനസ് ലെവൽ മാനേജറാണ്. ദ സ്ട്രാറ്റജിക് റോൾ ഓഫ് ദിസ് മാനേജർ ഈസ് ടു ട്രാൻസ്ലേറ്റ് ദ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ ആൻഡ് ഇൻറ്റെൻറ്റ് ദാറ്റ് കം ഫ്രം ദ കോർപ്പറേറ്റ് ലെവൽ ഇൻ ടു കോൺക്രീറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഇൻഡിവിജ്വൽ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എന്ത്? ബിസിനസ് ലെവൽ മാനേജേഴ്സിൻ്റെ റോൾ എന്താണെന്നുള്ളത്. ഇത് ഡയറക്റ്റായിട്ടും ചോദിക്കും, ഇൻഡയറക്റ്റായിട്ട് ഈ റോള് തന്നിട്ട് ഇത് ഏത് ലെവൽ മാനേജറാണെന്ന് കണ്ടുപിടിക്കാനും ചോദിക്കും. ഓക്കെ, അപ്പോൾ ബിസിനസ് ലെവൽ മാനേജേഴ്സിൻ്റെ റോൾ എന്താ? ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, കോർപ്പറേറ്റ് ലെവലിലുള്ള മാനേജേഴ്സ് ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒരു സ്ട്രാറ്റജി, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവർ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ തന്നെ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനെന്ത് ചെയ്യണം? പാർട്ടാക്കിയിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ദാറ്റ് ഇൻറ്റു കോൺക്രീറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഇൻഡിവിജ്വൽ ബിസിനസ്. ഓക്കെ, ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സിനനുസരിച്ച് അവരുടെ ബിസിനസ്സിനനുസരിച്ച് ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ അവരെന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. ചെറിയ സ്ട്രാറ്റജീസ് ആയിട്ട് മാറ്റണം. ഓക്കെ, അവരുടെ ബിസിനസ്സിനെ അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അവരെന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതാണ് ആരുടെ റോള്? ബിസിനസ് ലെവൽ മാനേജേഴ്സിൻ്റെ റോള്. Thus, whereas corporate level general managers are concerned with strategies that span individual business level managers are concerned with strategies that are specific to particular business. ഓക്കെ, കോർപ്പറേറ്റ് ലെവൽ ജനറൽ മാനേജേഴ്സ് എന്തിനെയാണ് കൺസേൺ ചെയ്തിരിക്കുന്നത്? ഇൻഡിവിജ്വൽ ബിസിനസ്, സ്ട്രാറ്റജീസ് ദാറ്റ് സ്പാൻ ഇൻഡിവിജ്വൽ ബിസിനസ്.
ഓക്കെ. അപ്പോൾ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സും ബിസിനസ് ലെവൽ മാനേജേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് എഴുതേണ്ട ഒരു പോയിൻ്റാണ് എന്ത്, കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിൻ്റെ റോൾ എന്താണെന്ന് എഴുതുക. ഫുൾ എഴുതാന്നല്ല, തമ്മിൽ ഡിഫറൻസ് വരുന്ന റോൾ എന്താണെന്ന് എഴുതുക. ദെൻ ബിസിനസ് ലെവൽ മാനേജറിൻ്റെ റോൾ പറഞ്ഞു നമ്മൾ സ്ട്രാറ്റജിക് റോൾ ഓഫ് ദീസ് മാനേജേഴ്സ് ഈസ് ടു പോയിന്റ് ചെയ്ത ശേഷം ദസ് വറാസ് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിൻ്റെ എന്താ ശ്രദ്ധിക്കുന്നത്, ഇൻഡിവിജ്വൽ ബിസിനസ്സിനെ സ്പാൻ ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം ബിസിനസ് ലെവൽ മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്, അവർ ഏത് ബിസിനസ്സിനാണോ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് അതിൻ്റെ മാത്രം സ്ട്രാറ്റജീസ് അവരെന്ത് ചെയ്യും നോക്കൂ. ഓക്കെ, ആ സ്ട്രാറ്റജി മാത്രമേ അവർ കൺസേൺ ചെയ്യുള്ളൂ. പക്ഷേ കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സോ എല്ലാ ഇൻഡിവിജ്വൽ ബിസിനസ്സിൻ്റെയും സ്ട്രാറ്റജീസും അവർക്ക് കൺസേൺഡ് ആണ്. ദെൻ നെക്സ്റ്റ് ലെവലാണ് ഫങ്ഷണൽ ലെവൽ. ഓക്കെ, ഫങ്ഷണൽ ലെവലാണ് ഏറ്റവും താഴത്തെ ലെവൽ. റെസ്പോൺസിബിൾ ഫോർ സ്പെസിഫിക് ബിസിനസ് ഫംഗ്ഷൻസ് ഓർ ഓപ്പറേഷൻസ്, ഹ്യൂമൻ റിസോഴ്സസ്, പർച്ചേസിംഗ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, കസ്റ്റമർ സർവീസ് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സസ്, HR മാനേജേഴ്സ്, ഫിനാൻസിങ്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പിന്നെ ഒരു ബിസിനസ്സിന് അങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഫംഗ്ഷൻസിനും റെസ്പോൺസിബിൾ ആയിരിക്കുന്ന മാനേജേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫങ്ഷണൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജേഴ്സ്, HR മാനേജർ, ഓക്കെ, അങ്ങനെ കുറേ മാനേജേഴ്സ് ഇല്ലേ, അത് സെയിൽസ് മാനേജർ, പ്രൊഡക്റ്റ് മാനേജർ. Thus, their responsibility is generally confined to one organizational activity, whereas general managers oversee the operation of a whole company or division. Okay, ഇതും ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സും മുകളിലുള്ള ടോപ്പ് ലെവൽ മാനേജേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുമ്പോഴുള്ള ആൻസറാണ് എന്ത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ദാറ്റ്സ് ദെയർ റെസ്പോൺസിബിലിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഒരു ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ആക്ടിവിറ്റിയിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. എന്നാൽ ജനറൽ മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്, ഓവറോൾ കമ്പനിയുടെ അല്ലെങ്കിൽ ഡിവിഷൻ്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർസീ ചെയ്യുന്നത്. അതായത് ബിസിനസ് ലെവൽ മാനേജർ ആണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ മുഴുവനായിട്ടുള്ള ഡിസിഷൻസും സ്ട്രാറ്റജീസും ഓവർസീ ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ലെവൽ മാനേജർ ആണെങ്കിലോ ടോട്ടൽ ഹോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസ് ഓവർസീ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ ആക്ടിവിറ്റിയിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. ഒരു ഫിനാൻഷ്യൽ മാനേജർ ആണെങ്കിൽ ഫിനാൻസ് മാനേജ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. സെയിൽസ് മാനേജർ ആണെങ്കിൽ സെയിൽസ് എങ്ങനെ കൊണ്ടുകൊടുക്കണം, മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, ഓക്കെ, അതിൽ മാത്രം ഫോക്കസ്ഡ് ആണ്. Then, responsible for strategy implementation, the execution of corporate and business level plans. ഓക്കെ, അപ്പോൾ കോർപ്പറേറ്റ് ലെവലിൽ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ടാക്കും, അത് ആര് ബിസിനസ് അവനവൻ്റെ ബിസിനസ്സിനനുസരിച്ച് ആര് ട്രാൻസ്ലേറ്റ് ചെയ്യും, ബിസിനസ് ലെവൽ മാനേജേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ ട്രാൻസ്ലേറ്റ് ചെയ്ത കോൺക്രീറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സാണ്. ഓക്കെ, ഇവരാണ് അവരുടെ സ്ട്രാറ്റജീസും ഡിസിഷൻസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ക്ലോസർ ടു ദ കസ്റ്റമർ ദാൻ ദ ടിപ്പിക്കൽ ജനറൽ മാനേജേഴ്സ്, ഇവരായിരിക്കും കസ്റ്റമറിനോട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ജനറൽ മാനേജേഴ്സ് അവർ ഡിസിഷനെ ടേക്ക് ചെയ്യുള്ളൂ, ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും കസ്റ്റമേഴ്സിനോട് കുറച്ചും കൂടെ ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവ തമ്മിലുള്ള ഓരോ ലെവലിലുള്ള മാനേജേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട പോയിന്റ്സ് ആണ്. Then, provide most of the information that makes it possible for business and corporate level general managers to formulate realistic and attainable strategies. ഓക്കെ, അപ്പോൾ ഇത് കസ്റ്റമറിനുമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഏത് ലെവൽ മാനേജേഴ്സ് ആണെന്ന് MCQയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണൽ ലെവൽ, അതായത് കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സിനും ജനറൽ ബിസിനസ് ലെവൽ മാനേജേഴ്സിനും റിയലിസ്റ്റിക് ആൻഡ് അറ്റൈനബിൾ സ്ട്രാറ്റജീസ് ഫോമുലേറ്റ് ചെയ്യണമെന്ന് കുറച്ച് ഇൻഫർമേഷൻ വേണം. ഓക്കെ, അവർക്ക് പ്ലാൻ ചെയ്യണമെങ്കിലും ഡിസൈഡ് ചെയ്യണമെങ്കിലും ഇൻഫർമേഷൻ വേണം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കസ്റ്റമേഴ്സിനേറ്റും അല്ലെങ്കിൽ ഓക്കെ അവർ കോമ്പറ്റീറ്റേഴ്സിനേറ്റൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ആരായിരിക്കും, ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സ് ആണ് പുറത്തുള്ള ആളുകളോട് അല്ലെങ്കിൽ ബിസിനസ് എൻവറോൺമെൻറ്റിനോട് ഇടപഴകുന്നത്. ഓക്കെ, അപ്പോൾ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് മുകളിലുള്ള ടോപ്പ് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ബിസിനസ് ലെവൽ മാനേജേഴ്സും കോർപ്പറേറ്റ് ലെവൽ മാനേജേഴ്സും എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷൻ ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫങ്ഷണൽ ലെവൽ മാനേജേഴ്സാണ്. അതുകൊണ്ട് തന്നെ ദസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ജനറൽ മാനേജേഴ്സ് ടു ലിസൺ ക്ലോസ്ലി ടു ദ ഐഡിയാസ് ഓഫ് ദിയർ ഫങ്ഷണൽ മാനേജേഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജനറൽ മാനേജേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഫങ്ഷണൽ മാനേജേഴ്സിൻ്റെ ഐഡിയാസ് കേൾക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ പോയിന്റും പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം മിക്കപ്പോഴും നമ്മൾ പോയിന്റ്സ് ഒക്കെ പഠിച്ചു പോകും, പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ജനറൽ മാനേജർ എന്ത് ചെയ്തു, ഒരു ഫങ്ഷണൽ മാനേജർ, ഓക്കെ, രണ്ട് ആൾക്കാർ പേരൊക്കെ തരും, ജനറൽ മാനേജറിന് ഒരാൾ അപ്പോയിൻറ്റ് ചെയ്തു, ഫങ്ഷണൽ മാനേജറായിട്ട് ഒരാൾ അപ്പോയിൻറ്റ് ചെയ്തു. ഈ ജനറൽ മാനേജർ ഫങ്ഷണൽ മാനേജർ പറഞ്ഞൊരു ഐഡിയ അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു ഒപ്പീനിയൻ കേൾക്കാനുള്ള മനസ്സില്ല. അപ്പോൾ അത് കറക്റ്റാണോ, അയാളുടെ ഡിസിഷൻ കറക്റ്റാണോ, അയാളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എഴുതേണ്ട ഉത്തരമാണ് എന്ത്, ഇവരാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനറൽ മാനേജേഴ്സിന് സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ചാനൽ മാനേജേഴ്സ് ടു ലിസൺ ക്ലോസ്ലി ടു ദ ഐഡിയാസ് ഓഫ് ദിയർ ഫങ്ഷണൽ മാനേജേഴ്സ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ 3 ലെവൽസ് ഓഫ് സ്ട്രാറ്റജിക് ലെവൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.